ഓണമൊക്കെ എടുത്തു എല്ലാവരും ഓണം സാരിയൊക്കെ സെറ്റാക്കുന്ന തിരക്കിലായിരിക്കും. ഞാനും അതുപോലെ തന്നെ ഒരു സാരിയൊക്കെ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു കസവ് സാരിയിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇതിൽ പോംപോം ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഉടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കസവൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തതെങ്കിലും പിറ്റേ വർഷം ഓണം വരുമ്പോഴാണ് പിന്നെ അടുത്ത് നമ്മൾ സാരികളൊക്കെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ലേസൊക്കെ ഇളക്കി മാറ്റിയിട്ട് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു ഓണം സ്റ്റൈൽ സാരിയാക്കി എടുക്കാൻ പോവുകയാണ് ഇതിനെ. ഇവിടെ ഞാൻ ഈ പോംപോം ലേസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു ലേസാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലേസിനോടൊപ്പം കുറച്ച് ഒരു മിറർ വർക്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും ഉള്ളതുകൊണ്ട് ഒരു സെറ്റ് സാരിയുടെ തന്നെ ലുക്ക് വരുന്നോളും. ഇതിപ്പോൾ ഞാനൊരു ഫുൾ റോള് തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാരിയുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും പിന്നെ നമ്മുടെ പല്ലുവിൻ്റെ ഭാഗത്ത് നോർമലി സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് 2.25 മീറ്ററാണ്. പക്ഷേ അവരവരുടെ ഹൈറ്റ് നോക്കിയിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഹൈറ്റ് കണക്കാക്കിയിട്ട് എനിക്കൊരു 2 മീറ്ററൊക്കെ മതി. അത് വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പല്ലുവിൻ്റെ ഭാഗത്ത് ഈ കോണുകളിലെത്തുമ്പോൾ നമുക്ക് ഈ ഒരു മിറർ എത്തി ബഡ്ജ് ചെയ്ത് നിൽക്കുന്നത് കാരണം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് വെട്ടിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ലേസുകളൊക്കെ ഇളക്കി മാറ്റി മോഡൽ മാറ്റുന്ന സ്വഭാവം ഉള്ളത് കാരണം ഞാൻ ഇങ്ങനെ വെട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല്ലു പോർഷനും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലേസിൻ്റെ മറുഭാഗവും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലേസുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ലോങ് സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ ജൂക്കി മെഷീനിൽ 5 നമ്പർ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറക്റ്റ് മാച്ച് ആവണമെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. എൻ്റെ അടുത്ത് ഇപ്പോൾ എന്തായാലും ആ ഒരു പിങ്ക് ഷെയ്ഡ് ഇല്ലാത്തത് കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുട്ടി സ്ലീവൊക്കെ ഉണ്ടായിരുന്ന ഒരു പഴയ ബ്ലൗസായിരുന്നു ഇത്. അതിൻ്റെ സ്ലീവ് ഞാനൊന്ന് ഇളക്കി മാറ്റിയിട്ട് പകരം ഈ ഒരു സ്ലീവ് വെച്ച് കൊടുത്തു. പിന്നെ നെക്കിലും ഇതുപോലെ ചെറിയൊരു പിങ്ക് കളർ പൈപ്പിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാരിയും ബ്ലൗസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഏകദേശം ഒരു സെറ്റ് സാരിയുടെ ലുക്ക് വരുന്ന വിധത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് മിറർ വർക്ക് ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ മിറർ വർക്ക് കൂടി വന്നപ്പോൾ കുറച്ചൊരു ഭംഗി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക്. ഒരു ബ്ലൗസും ഒക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ സാരികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഇനിയും വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.